3, 2, 1. ഗ്രന്ഥസമീക്ഷ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു പുസ്തകത്തിന്റെ അവതരണമാണ്. പി.ജി. രവീന്ദ്രന്റെ വിവേകമാർഗം എന്ന ഗ്രന്ഥമാണ് ഇത്തവണ. ഇതിന്റെ ഉള്ളടക്കം 6 അധ്യായങ്ങളിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ അധ്യായത്തിൽ വൈവിധ്യങ്ങളും ബഹുസ്വരതയും, രണ്ടാമത്തേതിൽ മതങ്ങളും ആത്മീയതയും, 3 വേദങ്ങളും യോഗയും, 4 ദേശീയത മാനവികത, 5 വിവേക ദർശനം, 6 സാർവത്രിക മതം അഥവാ മാനവ മതം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനുഷ്യരാശി ആർജിച്ച സകലവിധ വിജ്ഞാനത്തെയും ഈ ഒരു കൊച്ചു ഗ്രന്ഥത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 200 പേജിൽ താഴെയാണ് ഇതിൻ്റെ വലിപ്പം. ഇതിൽ പ്രത്യേകമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ സംഗതികളെയും ഇദ്ദേഹം തൊട്ടുപോകുന്നു എന്നുള്ളതാണ്. വിവേകാനന്ദൻ തുടങ്ങി, അതുപോലെ തന്നെ ഇന്നത്തെ മതവും ആത്മീയതയും തുടങ്ങി, ഒരു വ്യക്തിയുടെ അന്ധകരണം, കോൺഷ്യൻസ് തുടങ്ങി എല്ലാറ്റിനെയും ഇദ്ദേഹം ടച്ച് ചെയ്യുന്നു, തൊട്ടുപോകുന്നു. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇന്ന് വളരെയധികം ചർച്ച വരുന്ന ഒരു സമയമാണ്. അത് ഇദ്ദേഹം വളരെ സംക്ഷിപ്തമായി ചെയ്തിട്ടുണ്ട്. അതായത് ഇസ്ലാമിൻ്റെ ഇന്നത്തെ പ്രധാന പ്രശ്നം, ലോകം മുഴുവനും മുസ്ലിം സമുദായത്തിന് ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുന്നു. ഈ ഉണ്ടാകുന്നതിൻ്റെ കാരണമെന്ത്, അത് ഇദ്ദേഹം അന്വേഷിക്കുന്നു. മാത്രമല്ല, ഇദ്ദേഹം ഇതിൽ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ വരുന്ന ഒരു വാക്കാണ് ഖുറാനിലുള്ള കാഫിറുകൾ. ഈ കാഫിറുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ വിചാരിക്കുന്നത് അമുസ്ലിംകളാണ്. എന്നാൽ അതല്ല, അത് സത്യത്തെ മനഃപൂർവ്വം നിരസിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നവരോ നന്ദികേട് കാണിക്കുന്നവരോ ആണ് കാഫിറുകൾ. അപ്പോൾ അർത്ഥം മാറി. കാഫിറുകൾ എന്ന് പറഞ്ഞാൽ നോൺ മുസ്ലിംസ് അല്ല, മുസ്ലിമുകളിൽ തന്നെ ഉള്ള സത്യത്തെ മനഃപൂർവ്വം നിരസിക്കുകയും അടിച്ചമർത്തുകയും ചെയ്യുന്നവരോ നന്ദികേട് കാണിക്കുന്നവരോ ആണ് എന്ന് വരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ നീക്കാൻ പര്യാപ്തമാണ്. പി.ജി. രവീന്ദ്രൻ അത് ധൈര്യപൂർവ്വം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ജീവിതത്തിൻ്റെ ശരിയായ മാർഗം, വിവേകമാർഗം, നേരായ വഴി കാണിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം ഉടനീളം പുരോഗമിക്കുന്നതും അന്തിമമായി അവസാനിക്കുന്നതും. സ്വാമി വിവേകാനന്ദൻ മനുഷ്യരാശിക്ക് നൽകിയ വലിയ സംഭാവനകളിൽ ഒന്നാണ് സാർവത്രിക മതം അഥവാ വിശ്വജനനീയമായ മതം, യൂണിവേഴ്സൽ റിലിജിയൻ എന്ന മതം. ഈ രീതിയിൽ ഈ ഗ്രന്ഥം നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ച അനുഭവം ലഭിക്കും. അതിനാൽ തന്നെ ഈ ഗ്രന്ഥത്തെ ഞാൻ ശക്തിയായി റെക്കമെൻഡ് ചെയ്യുകയാണ്.